ഹല്ലേലൂയ. യേശു തമ്പുരാന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃനാമത്തിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ലാസ്റ്റ് മിനിറ്റ് ദ ബ്രൈറ്റ് ചർച്ചിൽ നമുക്ക് ഇന്ന് സഭാരാധനയിൽ കൂടുവാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യമായ അനുഭൂതിയെ കുറിച്ച് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ സഭാ മീറ്റിങ്ങുകളിൽ, കോട്ടേജ് മീറ്റിങ്ങുകളിലൊക്കെ നമ്മുടെ വിവിധ സംവിധാനങ്ങൾ നടക്കുന്ന പഠനങ്ങളിലെല്ലാം അതിൻ്റെ കേന്ദ്ര വിഷയം കൃപ എന്നുള്ളതാണ്. പുതിയ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ കുറിച്ചത്രേ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിച്ചു പോകുന്നതും. ഹല്ലേലൂയ. അപ്പോൾ വളരെ ചുരുക്കമായി മാത്രമേ പഴയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങൾ എടുക്കാറുള്ളൂ. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ക്രമ പഠിപ്പിക്കാൻ പഴയ നിയമം എന്ന് വാക്യങ്ങളെ ഉദ്ധരിക്കാത്തത് എന്താണ്? പഴയ നിയമം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പഴയത് എന്നാൽ കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ നീങ്ങി മാറുന്നത്, പുതിയതിനിടം വന്നു. അപ്പോൾ യഹൂദന്മാരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകൾ, ദൈവമെന്ന് ചിന്തിച്ച് അവരെടുത്ത ചില തീരുമാനങ്ങൾ, അവരെവിടെ വീണു, എവിടെ അവർക്ക് ഉയർച്ചയുണ്ടായി, ഈ മേഖലകളെ കുറിച്ചുള്ള പഠനങ്ങൾ നല്ലതാണ്. എന്നാൽ യേശു ക്രിസ്തു ആരാന്നുള്ള വെളിപ്പാട് ഒരു ശുശ്രൂഷയിലൂടെ നൽകുന്നില്ല എങ്കിൽ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാതെ പഴയ നിയമത്തിലെ കഥകൾ പറഞ്ഞ് സമയം കളയുന്നുവെങ്കിൽ അത് ക്രിസ്തു സഭയല്ല, യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടമല്ല. ഹല്ലേലൂയ. അത് യഹൂദന്മാരുടെ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെ ഉയർത്തുന്ന ചില സംഘടനകളിൽ നിന്നും പുറത്തു വന്ന് ക്രൈസ്തവ സമൂഹങ്ങളിൽ ചേക്കേറിയ ചിലരുടെ ഹിഡൻ അജണ്ടകൾ മുഖാന്തരം ചില പഠനങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ, നേതൃത്വത്തിലെത്തിയ ലീഡേഴ്സ് ചില വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്നവരായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അവരുടെ പ്രസംഗങ്ങളിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ചിലപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഖനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് മുഴുവൻ പ്രസംഗ വിഷയവും പഴയ നിയമമാകാം. പക്ഷേ പ്യുവർ ഗോസ്പൽ, ലാസ്റ്റ് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ദ ബ്രൈഡിന്റെ വിഷൻസിൽ ഒന്നാണ് സ്പ്രെഡ് ദ പ്യുവർ ഗോസ്പൽ. ഹല്ലേലൂയ. പ്യുവർ ഗോസ്പൽ എന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി പരമയാഗമായി മാറി നിനക്ക് വേണ്ടി അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് സുവിശേഷം. യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളൊരു വ്യക്തിക്ക് നൽകുന്ന സന്ദേശമാണ് സുവിശേഷത്തിന്റെ കണ്ടന്റ്. ഹല്ലേലൂയ. എന്നാൽ ഈ പഴയ നിയമഭാഗം വായിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോസഫ്. ഞാനിത് ഈ ഉപവാസ ദിവസത്തിന്റെ ആദ്യത്തെ ദിവസം പങ്കുവെച്ച ഒരു വിഷയം കൂടിയാണ്, പങ്കുവെച്ച ഒരു മേഖലയാണ്. നമ്മുടെ ചർച്ചിലെ ഇവാഞ്ചലിസ്റ്റ് ജോസഫ്, ആ ജോസഫിനെ കാണുമ്പോഴൊക്കെ ഞാൻ ആ പേര്, എൻ്റെ പ്രസക്തിയെ ചിന്തിക്കാറുണ്ട്. ജോസഫ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഒരു ശ്രേഷ്ഠ കഥാപാത്രം എന്ന് പറയാം. പലർക്കും മറ്റു പല കഥാപാത്രങ്ങളെ ശ്രേഷ്ഠമെന്ന് പറയാറുണ്ട്, അത് അവരുടെ വ്യൂ പോയിന്റ്. പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും അധികം എൻ്റെ ശ്രദ്ധ പതിഞ്ഞ ഒരു കഥാപാത്രമാണ് ജോസഫ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ചരിത്രവും ഇസ്രായേലിന്റെ കഥകളുമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. അല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, ഇതെന്നെ പ്രത്യേകിച്ച് പ്രസംഗിക്കാൻ കേട്ടോളൂ. യാക്കോബിന് 12 മക്കളുണ്ട്. ഈ 12 മക്കളും പാമ്പിടിച്ച യാക്കോബ് ഒരു കല്യാണം കഴിച്ചൊക്കെ ഉണ്ടായ 12 മക്കളല്ല. ഹല്ലേലൂയ. പകരം 4 സ്ത്രീകളിലൂടെ
ഉളവായെന്ന് കരുതുന്നു, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, എന്ന് കരുതുന്ന 12 മക്കൾ. അതിൽ 2 പേരുടെ അമ്മയെ പറ്റിയും ആ 2 പേരെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. റാഹേൽ എന്ന, അല്ലെങ്കിൽ റേച്ചൽ, റാഹേൽ എന്ന യാക്കോവിന്റെ ഭാര്യ. റാഹേൽ മുഖാന്തരം 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. ഒരുവന്റെ പേര് ജോസഫ്, മറ്റവന്റെ പേര് ബെന്യാമിൻ അഥവാ ബെഞ്ചമിൻ. ക്ലിയർ ആണല്ലോ? ഹല്ലേലൂയ. ജോസഫും ബെന്യാമിൻ 2 പേരും ഒരമ്മയുടെ മക്കൾ. 12 പേരെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ് എന്ന പിതാവിന്റെ മക്കൾ. സ്തോത്രം. യാക്കോബ് എന്ന പിതാവിന്റെ മക്കൾ. പക്ഷേ ജോസഫും ബെന്യാമീനും ഒരമ്മയുടെ മക്കൾ. കിട്ടുന്നുണ്ടാവും. ഒരമ്മയുടെ മക്കൾ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. ഈ റേച്ചൽ 2 മക്കളെ പ്രസവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. റേച്ചൽ ഉണ്ടായ ആദ്യത്തെ മകന്റെ പേരാണ് ജോസഫ്. ഈ ജോസഫ് എന്ന പേരിന്റെ അർത്ഥം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീട്ടുപേരിയിൽ പറഞ്ഞതാണ്. ആർക്കെങ്കിലും പറയാമോ? ഇനി ഒരു മകനെ തരും, ഇനിയും ഒരുവൻ വരാനുണ്ട്. അതാണ് ജോസഫ്. ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പേരിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അടിച്ചു നോക്കാം, നെറ്റിൽ അടിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഷയിൽ എന്തെങ്കിലും അർത്ഥം കാണും കേട്ടോ. 2 അക്ഷരം കൂട്ടി 3 അക്ഷരം കൂട്ടി എന്റെ അപ്പനിട്ട പേരാ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. അപ്പം ചിലപ്പോൾ അർത്ഥം അറിയാതായിരിക്കും പേരിട്ടത്, പക്ഷെ ചില അർത്ഥങ്ങളുണ്ട്. ഇനിയും ഒരു മകൻ ഉണ്ടാകും, ഇനിയൊരുവൻ വരുമെന്ന അർത്ഥത്തിൽ ജോസഫ് എന്ന നാമകരണം ഉണ്ടായി. ഹല്ലേലൂയ. ജോസഫ് എന്നത് നിഴലും യേശു തമ്പുരാൻ എന്നത് പൊരുളുമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, നമ്മളായിരിക്കുന്ന കൃപയുടെ അധീനതയാണ്. ന്യായപ്രമാണത്തിന്റെ നുകത്തിന് കീഴിലല്ല നമ്മളായിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇതിനെ പഠിക്കാൻ. നമ്മളായിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ നുകത്തിന് കീഴിലല്ല, നമ്മളായിരിക്കുന്നത് കൃപയിലാണ്. എന്താ കൃപ? മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു. യേശു ക്രിസ്തു എന്ത് ചെയ്തു? മോശ നൽകി ന്യായപ്രമാണത്തെ. യേശു ക്രിസ്തു എന്ത് ചെയ്തു? കൃപയായവൻ ഭൂമിയിലേക്ക് വന്നു. അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമാണ് കൃപ. ഹല്ലേലൂയ. എപ്പോഴും ലോഡ് ഡിമാൻഡ് ചെയ്യും. പ്രമാണം എപ്പോഴും നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെ? ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രൈസ്തവ സഭകളിൽ വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ കൃപ എന്താണെന്ന് മനസ്സിലാക്കിയവൻ ആ ആചാരാനുഷ്ഠാനം നിന്ന് പുറത്തു കടക്കും. കാരണം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതല്ല കൃപ, നമ്മളിലേക്ക് സപ്ലൈ ചെയ്തതാണ് കൃപ. മനസ്സിലാക്കുന്നുണ്ടോ? ലോ എപ്പോഴും എന്ത് ചെയ്യും? ന്യായപ്രമാണം എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നതാണ്. സ്തോത്രം. അവിടെ ഇസ്രായേലിന്റെ കഥയിൽ ഈ നിഴലും മുള്ളും പഠിപ്പിക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് എഫേസ്യൻസ് 2-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എഫേസ്യൻസ് 2:8-9. കൃപയാലല്ലോ. കേട്ടോ, നിങ്ങളുടെ രക്ഷയുടെ ബേസ് എന്ന് പറയുന്നത് എന്താ? ഗ്രേസ്, കൃപ. നിങ്ങളുടെ രക്ഷയുടെ ബേസ് നിങ്ങളുടെ പ്രവൃത്തിയല്ല. പ്രവൃത്തി കൊണ്ടാണ് രക്ഷപ്പെടാനാണ് ഞാൻ വല്ല രക്ഷപ്പെടും. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. ഇങ്ങനെ കൽപ്പിച്ച് നോക്കുന്നു,
അപ്പൊ ഇന്ത്യ ചരിത്രക്കാരനായിരുന്നു. ഞങ്ങളൊക്കെ വിശുദ്ധന്മാരായിട്ടുള്ള ഞങ്ങളുടെ മുന്നിൽ വന്നു പറയുക, കൃപ കൊണ്ട് രക്ഷപ്പെട്ട പ്രവൃത്തി കൊണ്ടായിരുന്നേ ഞാൻ സത്യമാ പ്രിയമുള്ളവര്. എന്റെ കാര്യം അങ്ങനെ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. കൃപയായി രക്ഷപ്പെട്ടു. ദൈവനിഷേധിയായി ജീവിച്ച, ദൈവ തത്വങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പറയുകയും മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു. ഹല്ലേലൂയ. തകർന്ന തരിപ്പണമായ ഇനിയില്ലെന്നും ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന് തീരുമാനിച്ചുറച്ച ഘട്ടത്തിൽ അവന്റെ കരം എനിക്ക് വേണ്ടി ചലിച്ചു. ഇറ്റ്സ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. എഴുതി തത്വങ്ങൾ പഠിച്ച് തിയറി പഠിച്ച് വിശ്വാസത്തിൽ വന്നതല്ല. അങ്ങനെ ഒരുപാട് പേരുടെ സാക്ഷ്യം കണ്ടിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ വായിച്ച് ഞാൻ വിശുദ്ധ ബൈബിൾ വായിച്ചത്, നേരത്തെ വായിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇതില്ലെന്ന് തെളിയിക്കാൻ ഞാൻ പല പ്രസംഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതില്ല എന്ന്, ഇതിനകത്തെ പൊള്ളത്തരങ്ങൾ പറഞ്ഞു വരുമ്പോൾ ശരിയാ. പല കാര്യങ്ങളും ശാസ്ത്രീയ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശുദ്ധ അസംബന്ധങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് കൂടുതലും അവര് ഉപയോഗിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ നിയമമല്ല, പഴയ നിയമത്തിലെ ചില ഏടുകൾ കാണിച്ചാണ് എന്ത് ചെയ്യുന്നത്, ദൈവനിഷേധ സിദ്ധാന്തം വളർത്തുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ ചർച്ച ചെയ്യുമ്പോൾ അവരെടുക്കുന്ന മെയിൻ പോയിന്റുകളിൽ കൂടുതൽ പഴയ നിയമമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിലായപ്പോൾ എനിക്ക് ബോധ്യമായി അത് ജുഡായിസമാണ്, യൂതന്റെ രാഷ്ട്രീയ തത്വമാണ്, യൂതന്റെ മതപരമായ ആശയമാണ്. അതിനകത്ത് എന്ത് തെറ്റും എന്ത് കുറവ് ആരെടുത്ത് കാണിച്ചാലും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ, അപ്പൊ കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃപയാൽ, നിങ്ങളുടെ ഒരു പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ല. അതിന് അടുത്ത 9 വായിക്കണേ. അപ്പൊ കൃപയുടെ ബേസ് എന്താ? ഫെയ്ത്ത്, വിശ്വാസം. അതിനും നിങ്ങൾ ഈ ഫെയ്ത്ത് പോലും നിങ്ങൾ ഏതാണ്ട് മിടുക്കല്ല, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അവര് വിശ്വസിക്കുന്നില്ല, അതാണ് വിഷയം. ആ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞത് കൃപയാൽ. അപ്പൊ കൃപയുടെ ഉടമസ്ഥനായ യേശു ക്രിസ്തുവിനെ ഒരു ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ, അല്ലെ യഹൂദന്റെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് യഹൂദൻ കണക്കാക്കുന്ന, വിശുദ്ധിയുള്ളവനെന്ന് നല്ല ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ജോസഫിലൂടെ ഞാൻ ചിലത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അനേകം പേരെ വിടുവിച്ച ശ്രേഷ്ഠ പ്രവാചകന് പോലും, അല്ലെ ഗ്രേറ്റ് ലീഡർക്ക് പോലും ചില പിഴവുകളുണ്ട്, ചൂണ്ടിക്കാണിക്കാവുന്ന പിഴവുകളുണ്ട്. എന്നാൽ പിഴവുകളില്ലാത്ത വിശുദ്ധിയുടെ അടയാളമായി കണക്കാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം അത്രേ ജോസഫ്. ഹല്ലേലൂയ. പാപത്തിനോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. അത് മുഖാന്തരം അവൻ ജയിലിലാകും ആയതൊക്കെ നമുക്കറിയാം, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ജോസഫ് എന്ന വ്യക്തി, അവൻ 20 വെള്ളിക്കാശിനാൽ വിൽക്കപ്പെട്ടു. ശ്രദ്ധിച്ചു കേൾക്കണേ. ആ വിൽക്കപ്പെട്ടതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഒരു ദർശനം അവൻ പങ്കുവച്ചതേ ഉള്ളൂ. 10 പേർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. തന്റെ അമ്മയുടെ മകനായവന് പ്രശ്നം തോന്നിയില്ല അത്രണ്ട്. പക്ഷേ 10 പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 10 എന്ന് പറഞ്ഞാൽ എന്താ? ഒരക്കം, അല്ലേ? 10 എന്ന് പറഞ്ഞ ഒരക്കം. ബൈബിളിൽ പഴയ നിയമത്തിൽ 10-നൊരു പ്രസക്തിയുണ്ട്. എന്താ? 10 കേട്ടിട്ടുണ്ട്. 10 എന്തോ ആരോട് പറഞ്ഞു? കൽപ്പനകൾ. 10 കൽപ്പനകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു? തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ
അടച്ച് തീർന്നു എന്ന് വിധി കൽപ്പിച്ചിടത്ത് അവൻ അവിടുന്ന് വരികയാണ്. പിന്നെ അവിടുന്ന് പോവുകയാണല്ലേ. ഹല്ലേലൂയ. 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവൻ പിന്നെ മന്ത്രിക്കസരല്ല പിന്നെ കാണുന്നത്. അതിനു മുന്നേ അവൻ ജയിലിലാക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. യേശു കർത്താവിനെ കൂടെ നടന്നവൻ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു, വിറ്റു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇടയ്ക്ക് വെച്ച് റിലേ പോകരുത്. 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റുവെങ്കിൽ 30 വെള്ളിക്കാശിന് യേശു തമ്പുരാനെ കൂടെ നടന്നവൻ വിറ്റു. ജയിലിൽ അകപ്പെട്ട ജോസഫിന്റെ കൂടെ 2 പേർ, 2 കുറ്റവാളികൾ. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, വിശുദ്ധ വചനത്തെ ആധികാരികമായി പഠിക്കുന്നവർക്കറിയാം, ഒരുത്തൻ രക്ഷപ്പെട്ടു, ഒരുത്തൻ കൊല്ലപ്പെട്ടു. യേശു കർത്താവിന്റെ കാൽവരി കൊലക്കളത്തിൽ ഇടത്തും വലത്തും 2 കള്ളന്മാർ. ഒരുവൻ രക്ഷപ്പെട്ടു, ഒരുവൻ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് പോയി. എന്റെ കർത്താവ് പറയും, ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിലിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത യോസഫിന്റെ ലൈഫ് തീർന്നുവെന്ന് സഹോദരങ്ങൾ വിധി കൽപ്പിച്ചെടുത്ത്, സ്വന്തമായ വിധി കൽപ്പിച്ചെടുത്ത് സിംഹാസനത്തിൽ ഏറ്റപ്പെട്ട, സിംഹാസനത്തിൽ ഇരിക്കുന്ന ജോസഫിന്റെ ചിത്രം, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സ്വർഗീയ സിംഹാസനത്തിൽ എന്റെ യേശു കർത്താവ് നിങ്ങളെ നോക്കിയിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ടെ, ചേർന്നൊന്ന് ശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 43:29 വായിച്ചാട്ടെ. ഇവാഞ്ചലിസ്റ്റ് ജോസഫ് തന്നെ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 43:29 വായിച്ചു. പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനായ തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. ചെറിയ വാക്യം. അതിരൂക്ഷമായ ക്ഷാമം മുഖാന്തരം ജനം നട്ടം തിരിഞ്ഞു. ആഹാരമില്ലാതെ ജനം പാടുവിടുകയാണ്. ഹല്ലേലൂയ. അതാണ് അതിന്റെ പശ്ചാത്തലം. ആഹാരം തേടി ഒരു കൂട്ടം വരികയാണ്. വന്നതിന്റെ പിന്നീട് കുറെ ചരിത്ര വിഷയങ്ങൾ വേറെയുണ്ട്. വന്നു, പിന്നെയും വരുത്തിച്ചു, അതൊക്കെ ആ ചരിത്ര വിഷയം. അവിടെയാണ് തല പൊക്കി ആരെ നോക്കി? ബെന്യാമിനെ കണ്ടു. വായിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരൻ, നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ 10 പേരുണ്ട്. 10 പേരാണോ? എന്തോ അപ്പന്റെ പേര് യാക്കോബ്. ശ്രദ്ധിച്ചു കേൾക്കണേ പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കണേ. 10 മക്കളും യാക്കോബ് അപ്പന്റെ 10 മക്കൾ. വേറെ മക്കളില്ലേ? ഇവരെ കണ്ടപ്പോൾ ആർക്ക് മനസ്സിലായി? യോസഫിനെ പിടികിട്ടുകയാണ്. കൈനീട്ടി നിൽക്കുക. ആറ മുമ്പിൽ തരിപ്പണമാക്കിയവന്മാരെല്ലാം കൂടെ കൈനീട്ടി നിൽക്കുക. തകർക്കപ്പെട്ടു തീർന്നുവെന്ന് ചിന്തിച്ചവന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ്. ഇതൊരു ദൂതായി ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ ഒരു മറുപടി വെളിപ്പെടാൻ പോവുകയാണ്. എവിടെ നീ തകർക്കപ്പെട്ടോ, എവിടെ നിന്നെ തകർക്കാൻ പദ്ധതിയിട്ടോ, ആ മണ്ഡലത്തിനകത്ത് തന്നെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, 10 മക്കളും യാക്കോബിന്റെ 10 മക്കളല്ലേ? വേറെ മക്കളില്ലേ? മറ്റവന്റെ ചേട്ടു പറയടാ, എടാ പറ. ഉണ്ട്, ഒരുത്തനുണ്ട്. അവനെന്ത് ചെയ്യും? അവൻ അപ്പന്റെ കൂടെ, അവൻ വിട്ടേ അപ്പന്റെ കൂടെ, അവൻ വീട്ടില് അപ്പന്റെ കൂടെ. കേട്ടോണേ, അവനെവിടാ? വീട്ടിൽ അപ്പന്റെ കൂടെ. അത്രേ ഉള്ളൂ.
ഒരുത്തനുണ്ടായിരുന്നു, കൊല്ലപ്പെട്ടു. 12 മക്കളല്ലേ. ഹല്ലേലൂയ. പിന്നെ ആ 12-ാമത്തവനെ, ഏറ്റവും ഇളയ അനുജനെ എന്റെ മുമ്പിൽ കൊണ്ടുവരിക, നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ തരും. പക്ഷെ അതിനു മുന്നായി അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ പൊക്കി. ആരെയാണെന്നറിയാമോ? ഒരുത്തനെ അവിടെ അങ്ങ് വെച്ച് ബന്ധിച്ചു. ശിമിയോ, ഇവൻ ഇവിടെ ഇരിക്കട്ടെ. നിയമം, ചട്ടം എന്നർത്ഥമുള്ള, പേരിനർത്ഥമുള്ള ഒരുവനെ പൊക്കി അടച്ചു. എന്തിന്? മറ്റൊരുവനെ കൊണ്ടുവരുവാൻ. ശ്രദ്ധിച്ചോണേ, വളരെ ശ്രദ്ധിച്ചോണേ. ബെന്യാമീനെ കൊണ്ടുവരുവാൻ ഒരുവനെ പിടിച്ചു കെട്ടി, ഒരുവനെ അവിടെ പാർപ്പിച്ചു. നിങ്ങൾ പോയിട്ട് വാ, പോയി ആ സഹോദരനെ കൊണ്ടുപോവാ. ഇവിടെ 29-ാമത്തെ വാക്യം വായിച്ചിട്ട് തുടർന്ന് വായിക്കുമ്പോൾ യോസെഫ് അവിടെ നിന്ന് മാറി കരയാനൊരു സ്ഥലം തപ്പിന്ന് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. തന്റെ അമ്മയുടെ മകനായ ബെന്യാമിനെ കണ്ടപ്പോൾ യോസെഫിന്റെ നെഞ്ചു കടന്ന് പിടഞ്ഞു. ഹല്ലേലൂയ. 10 പേരെ കണ്ടപ്പോൾ പിടയാത്തൊരു പിടച്ചിൽ. ഹല്ലേലൂയ. ബെന്യാമിനെ കണ്ടപ്പോൾ അകത്തൊരു പിടച്ചിലുണ്ടായി. അവനൊരു സ്ഥലം തപ്പി മാറി നിന്ന് കരയാനൊരു സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്, ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. സ്തോത്രം. അതവിടെ അങ്ങനെ നിൽക്കട്ടെ. നമ്മൾ മുമ്പേ പഠിച്ചു, റാഹേലിന്റെ അല്ലെങ്കിൽ റേച്ചലിന്റെ മക്കളായ ജോസഫ്, ബെന്യാമിൻ. ജോസഫിന്റെ പേരിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചു. ഇനി ഒരുവൻ വരുവാനുണ്ട്, അല്ലെങ്കിൽ ഒരു മകനോട് ലഭിക്കും. പക്ഷേ അടുത്ത മകൻ വന്നപ്പോൾ റേച്ചൽ മരിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ബാക്കി വായിച്ചുകൊണ്ടിരിക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് നോക്കിക്കും. എല്ലാം നോക്കാൻ തയ്യാറാണ്. അവർ അതിൽ തന്നെ മുഴുകിയിരിക്കുക, പഠിക്കുകയും. ഹല്ലേലൂയ. റാഹേലിന്റെ മരണം സംഭവിച്ചു. എപ്പോൾ? അടുത്ത ഒരുവൻ വന്നപ്പോൾ റാഹേൽ മരിച്ചു. എനിക്കിനി ഒരു മകനൂടെ വരും നോക്കി കാത്തിരുന്നു. പക്ഷേ ഉണ്ടായപ്പോൾ അവൾ മരിച്ചു. റാഹേൽ എന്ന പേരിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാ. പെണ്ണാട്. പെണ്ണാടെന്ന് പറഞ്ഞ ചെറിയ പെണ്ണാട്ടിൻകുട്ടി. ചെറിയ പെണ്ണാട്ടിൻകുട്ടി. യഹൂദന്റെ യാഗത്തിന്റെ സിസ്റ്റം പഠിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, സമ്പന്ന വർഗം കാളക്കിടാവിനെ യാഗം കഴിക്കും, അല്ലേ? ഹല്ലേലൂയ. അടുത്ത സെക്ഷൻ ആടിനെ യാഗം കഴിക്കും. മൂന്നാമത്തെ സെക്ഷൻ കുറിപ്രാവിനെ യാഗം കഴിക്കും. പൊതു സമൂഹത്തിന്റെ നന്മയ്ക്കായി പെണ്ണാട്ടിൻകുട്ടിയെ യാഗം കഴിക്കുന്ന ചരിത്രം യഹൂദന്റെ അടിസ്ഥാന പ്രമാണം, അടിസ്ഥാന ഉപദേശമാണ്. ജനത്തിന്റെ പാപത്തിനായി പുരോഹിതൻ പെണ്ണാട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊമ്പ് കുലുക്കി ഒരു ഇടിയിടിക്കാനൊന്നും തോന്നിയില്ല. പാവം പെണ്ണാടല്ല. കഴുത്ത് നീട്ടിക്കൊടുത്തു, കഴുത്ത് നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരി കൊലക്കളത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നു. അത് മുഖാന്തരം ഞാനും നീയുമാകുന്ന സഭ എഴുന്നേറ്റു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ബെന്യാമിൻ അല്ലെങ്കിൽ ബെഞ്ചമിൻ എന്ന കുട്ടി ഉളവാകുമ്പോൾ റാഹേലിന്റെ മരണം സംഭവിക്കുകയാണ്. അതായത് റാഹേൽ കുഞ്ഞാട് പെണ്ണാട്ടിൻകുട്ടി മരണപ്പെട്ടപ്പോൾ ബെന്യാമിൻ എന്ന സഭ എഴുന്നേൽക്കുകയാണ്. എന്തിനാണ് ഈ പൗലോസ് ഇടയ്ക്ക് ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാനിടയായത്? എന്താ? നീയും ഞാനും ബെന്യാമിൻ ഗോത്രക്കാരാ. അയ്യോ, നമ്മള് യഹൂദന്മാരുമായിട്ട് ബന്ധമില്ലാത്തവരല്ലേ? ക്രിസ്തുവിനെ അറിഞ്ഞ നീ ഞാനും യഥാർത്ഥ സഭ ബെന്യാമിൻ ജനറേഷനാണ്. മനസ്സിലാക്കിയ ഒരു കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ.
ക്രിസ്തുവിന്റെ അടയാളമായി റാഹേലിന്റെ മരണം, തകർക്കപ്പെട്ട് ഇല്ലാതായി മാറിയ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ പുതിയൊന്ന് ഉളവാകുകയാണ്. ഡിസൈപ്പിൾഷിപ്പ് മാറുകയാണ്, ചർച്ച വരികയാണ്, പുത്രന്മാരുടെ കൂട്ടം. ആരാ? സഭ എഴുന്നേൽക്കുകയാണ്, സഭ എഴുന്നേൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടിയുടെ മാത്രം കർത്താവിനെ ശക്തിയോടെ ശ്രമിച്ചാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇതാ നിങ്ങളുടെ ഇളയ സഹോദരനെ കൊണ്ടുവരിക. ഇളയ സഹോദരനെ കണ്ടപ്പോൾ ജോസഫിന്റെ ഹൃദയം പിടഞ്ഞു. തന്റെ സഭയെ കാണുമ്പോൾ ഹല്ലേലൂയ നെഞ്ചുപടയുന്ന കർത്താവ്, ഹല്ലേലൂയ, നിന്നെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് നിറയുന്ന യേശുവിന്റെ മനസ്സ്, നിന്നെ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്ന യേശുവിന്റെ ഹൃദയം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അവൻ ഒരുവനെ അവിടെ നിർത്തി. അവന്റെ പേരുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞു. ലോ, നിയമം, ചട്ടം. ലോയെ പിടിച്ചു കെട്ടുമ്പോൾ മറ്റൊന്ന് വരും. ശ്രദ്ധിച്ചോണേ, നമ്മുടെ വിഷയം കൃപ എന്നുള്ളതാ. ലോയെ എവിടെ പിടിച്ചു കെട്ടുന്നോ, ലോയെ എവിടെ ബന്ധിച്ചു വെക്കുന്നോ, അവിടെ കൃപ വെളിപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. ചെറിയ കാശും ചില്ലറയെല്ലാം ഒരുക്കിക്കൊണ്ട് പോയേക്കുക. എന്തിനാ? അരി വാങ്ങിക്കാൻ. അത് എന്താ വെച്ചാൽ അവിടുത്തെ ധാന്യം വാങ്ങിക്കാൻ പോയേക്കുക. ആ കാശ് ഉൾപ്പെടെ ചാക്കിനകത്ത് തിരിച്ചിട്ട് കൊടുത്തു. നിനക്ക് വില കൊടുത്ത് വാങ്ങിക്കുന്ന സിസ്റ്റമാണ് ഈ 10 പേർക്ക് അറിയത്തുള്ളെങ്കിൽ ആ സിസ്റ്റത്തെ ഞാൻ പൊളിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ജോസഫിനെ കണ്ടു. പക്ഷേ ജോസഫിനെ കണ്ടപ്പോൾ 10 പേർക്ക് ഒരു വ്യത്യാസവുമില്ല. സെയിം തിങ് തന്നെ, ഒരേ അവസ്ഥ തന്നെ. ന്യായപ്രമാണത്തിന്റെ മുഖത്തിന് വ്യത്യാസം വരുന്നില്ല. അതിൽ ആശ്രയിക്കുന്നവൻ ആ മുഖത്തെ പേറി തന്നെ മുന്നോട്ട് പോകും. നിയമവും ചട്ടവും ചട്ടക്കൂടും പ്രസംഗിക്കുന്നവന് ഇത് കേട്ടത് കൊണ്ട് വ്യത്യാസം ഉണ്ടാകുകയില്ല. കാരണം അവന്റെ ഹൃദയം തഴപ്പിച്ചിരിക്കുന്നു. വ്യക്തിപരമായി അവർ ചേഞ്ചസിന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കൃപയുടെ അടയാളമായ, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട ബെന്യാമിന്റെ സഞ്ചിക്കകത്ത്, ചാക്കിനകത്ത് ഒരു വെള്ളിപ്പാത്രം. എന്ത് വെള്ളിപ്പാത്രം എന്നറിയാവോ? വീഞ്ഞു കുടിക്കുന്ന രാജരസം, കൊട്ടാരത്തിൽ വീഞ്ഞിന് ഉപയോഗിക്കുന്ന പാത്രം, ഒഴിഞ്ഞ പാത്രം അവന്റെ ചാക്കിൽ വെച്ച് കെട്ടി. ഹല്ലേലൂയ. തന്നോട് ചേർത്ത് നിർത്തുവാൻ വില കൊടുത്ത കർത്താവിന്റെ അടയാളം. ശ്രദ്ധിച്ചു കേൾക്കണേ. വെള്ളി എന്നത് ശുദ്ധീകരണത്തിന്റെ അടയാളം. എന്നിലൂടെ വീണ്ടെടുക്കപ്പെട്ട എന്റെ ജനമേ, എന്റെ സഭയെ, ശുദ്ധീകരണം എന്നിലൂടെ മാത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന കർത്താവിന്റെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. ശുദ്ധീകരണം എങ്ങനെ സംഭവിക്കുന്നത്? ക്രിസ്തുവിലൂടെ മാത്രം. അല്ലേ? അപ്പന്റെയും മക്കളുടെയും കഥകളൊക്കെ നിങ്ങൾക്ക് പലതും പറയാം പഴയ നിയമത്തിൽ. പൗലോസിന്റെ പ്രസംഗങ്ങളിൽ മിക്കയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നു, വിശ്വാസത്തിലൂടെ, കൃപയിലൂടെ അബ്രഹാമിയ വാഗ്ദത്തങ്ങൾ സകലതും യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾ ഊവന്നു. അബ്രഹാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അബ്രഹാമിന് 2 മക്കൾ, അല്ലേ? അങ്ങനല്ല പഠിക്കുന്നത്. അങ്ങനല്ല, വേറെ ഒത്തിരി മക്കളുണ്ടെന്ന് പറയുന്ന തിയറിയൊക്കെ അവിടെ പ്രവചിക്കട്ടെ. അതിലേക്കൊന്നും, ആ സംവാദങ്ങളിലേക്കും ആ ചർച്ചയിലേക്കൊന്നും നമ്മൾ കടക്കണ്ട. അബ്രഹാമിന് 2 മക്കൾ, പക്ഷെ 2 അമ്മമാർ വഴി ഉണ്ടായത്. ഇതൊരമ്മയുടെ മക്കളെ പറ്റി നമ്മൾ പഠിച്ചത്. ശ്രദ്ധിക്കണേ, ഒരമ്മയുടെ മക്കളെ പറ്റി നമ്മൾ പഠിച്ചത്. ആരാ? ജോസഫും ബെന്യാമിൻ. നമ്മളാരാണ്? ബെന്യാമിൻ ജനറേഷനാണ്. ഇതാ അബ്രഹാമിന് 2 മക്കൾ, 2 സ്ത്രീകൾ മുഖാന്തരം ഉളവായത്. കേട്ടുന്നുണ്ടോ? അബ്രഹാമിന് 2 മക്കൾ,
രണ്ട് സ്ത്രീകൾ മുഖാന്തരം ഉളവായത്. ഒന്ന് സാറായിലൂടെ ഉളവായത്, രണ്ട് ഹാഗാറിലൂടെ ഉളവായത്. നമ്മുടെ ചില മീറ്റിങ്ങുകളിലൊക്കെ ചില പാട്ട് പാടുമ്പോൾ ഞാൻ ആ പാട്ട് പാടണമെന്ന് പറയും. ഏതാ? ഹാഗാറിനെ പോലെ ഞാൻ. നീ കരഞ്ഞിട്ടുണ്ടോ ഹാഗാറിനെ പോലെ? ചുമ്മാ ഇല്ലാത്തത് പാടൽ. എന്നാ കരഞ്ഞിട്ടുള്ളത്? AC കാറേല് അടിച്ചു പൊളിച്ച് വന്ന് ചർച്ച കയറിക്കൊണ്ട് പാടുക ഹാഗാറിനെ പോലെ കരഞ്ഞല്ലോ. എന്നാ ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു ഇച്ചിരി ജലത്തിന് വേണ്ടി തന്റെ കുഞ്ഞ് മരിച്ചു പോന്നു പേടിച്ച് നിലവിളിച്ച് കരഞ്ഞവരുടെ ജീവിതവുമായി ഉപമിച്ച് പാട്ടുപാടുക. ജീവിതം അനുഭവം ഇല്ലാത്തത് കയറി പാടരുത് കേട്ടോ. ഹല്ലേലൂയ. ചിക്കനും മട്ടനും എല്ലാം കൂടെ കിടന്ന് അസ്ഥി കടയിൽ കിടന്ന് കുത്തുന്നവരെല്ലാം കിടന്ന് പാടുക. എന്നിട്ട് ആരാധിച്ചോ ശക്തിയോടെ. അത് കഴിയുമ്പോൾ തുടങ്ങുന്ന അടുത്ത പരിപാടി. എന്തോ പാടിയിട്ടാ ആരാധിക്കുന്നത്? ആകാറിനെ പോലെ കരഞ്ഞ പാട്ട് പാടിയപ്പോ. ഇപ്പൊ രണ്ട് മക്കൾ, ഒന്ന് സാറായിലൂടെ ഉണ്ടായത്, രണ്ട് ഹാഗാറിലൂടെ ഉണ്ടായത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഇപ്പൊ ഒരു അമ്മയുടെ രണ്ട് മക്കളെ പറ്റി പഠിച്ചു. രണ്ടമ്മമാര് മുഖാന്തരം ഉണ്ടായ ഒരപ്പന്റെ മക്കളെ പറ്റി പഠിക്കുകയാണ് നമ്മളിപ്പോ, അല്ലേ? ഹല്ലേലൂയ. ഗലാത്യൻസ് 4-ാം അധ്യായം അതിന്റെ 21 മുതൽ 25 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ഗലാത്യൻസ് 4-ന്റെ 21 മുതൽ 25 വാക്യങ്ങൾ. ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ, ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ. കേട്ടോ, ഇപ്പോഴും അതിന്റെ കീഴെ കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, ഇല്ലേ? പണ്ഡിത ശ്രേഷ്ഠൻ അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ അവർക്ക് ചിലത് പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അവരുടെ ആ സ്ഥാപനങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അരച്ച് കുണിച്ച് കൂട്ടി എത്ര ആമീനുണ്ടെന്നറിയാമോ, എത്ര ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അവർ ചിലത് പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അത് കേട്ട് ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളോട് പൗലോസിന്റെ മറുപടി കേട്ടോ. വായിച്ചു. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവീൻ. അബ്രഹാമിന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ടാണോ ഇതിന് കീഴിരിക്കാൻ ആഗ്രഹിക്കുന്നത്? അബ്രഹാമിന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്തോ? ഒന്ന് ദാസി പ്രസവിച്ചവൻ, രണ്ട് സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വായിച്ചു. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തപ്രകാരവും ജനിച്ചിരിക്കുന്നു. ഇത് സദൃശ്യമാകുന്നു. ഇത് സദൃശ്യമായി. ഒരുവൻ വാഗ്ദത്തപ്രകാരം ജനിച്ചു, മറ്റവൻ ജഡപ്രകാരം ജനിച്ചു. വീഡിയോ. ഒരുവൻ വാഗ്ദത്തപ്രകാരം ജനിച്ചു, ഒരുവൻ ജഡപ്രകാരം ജനിച്ചു. വാക്ക് വായിച്ചു. ഈ സ്ത്രീകൾ ശ്രദ്ധിക്കണേ. ഇനിയും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അടുത്തിരിക്കുന്ന ആളുകൾ നമുക്ക് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇനി ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ ശ്രദ്ധിക്കണേ. പ്ലീസ് ലിസൺ. ഹല്ലേലൂയ. ഒരുവൻ, രണ്ട് നിയമങ്ങളാണ് അല്ലേ? എങ്ങനല്ലേ? ആണോ? പിന്നെ ബൈബിള് രണ്ട് ഭാഗമില്ല. പഴയ നിയമം രണ്ട് നിയമങ്ങളാണ്. ഒരുവൻ ഒന്ന് സീനായി മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. ദാസി വന്നല്ലോ, ദാസൻ വന്നല്ലോ, ദാസൻ ഉക്കാറ്. പ്ലീസ് സിറ്റ് ഡൗൺ. ദാസ ഇരിക്കൂ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ ചില മീറ്റിങ്ങുകളകത്തും നമ്മളും പറയാറുണ്ട്, ഇന്ന ദാസ ഇരുന്നാട്ടല്ലേ. ചിലർ അടിമകളെ പ്രസവിക്കുക. അതെവിടുന്ന് വന്നു? സീനായി. ഈ സീനായി മലയുടെ സംഭവമൊക്കെ പഠിച്ചു വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ചിലർക്കൊന്നും പിടികിട്ടുന്നില്ല. പിടികിട്ടിയവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക.
സീനായി മലയിൽ നിന്ന് വരുന്നു, അത് അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗർ. അടിമകളെ പ്രസവിക്കുന്നവളുടെ അവിടെ പേര് ഹാഗർ. അപ്പൊ വ്യക്തി എന്നുള്ള തലം മാറുകയാണ്, രണ്ടാശയത്തെ കൊണ്ടുവരിക കേട്ടോ. ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായ് മലയ്ക്ക് കുറിക്കുന്നു. അതിപ്പോഴത്തെ ശ്രദ്ധിച്ചോളെ, ലിസൺ ലിസൺ ലിസൺ, ഉണർന്നിരുന്ന് കേൾക്കുവീൻ. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അത് ഇന്ന സമൂഹമാണ്. ഹാഗാറിന്റെ സന്തതി സാറയുടെ മക്കളെ അറ്റാക്ക് ചെയ്യുന്നു. ഭയങ്കര പഠിപ്പിക്കല. ഇവിടെ പൗലോസ് പറയുന്ന വിഷയം എന്താ? ഈ ഹാഗാർ എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ യെരുശലേമിനോട് ഒക്കുന്നു. യെരുശലേം പ്രതിദാനം ചെയ്ത നിയമത്തെയും ചട്ടങ്ങളെയും കൽപ്പനകളുടെയും അടയാളം. അടിമ വർഗത്തെ പ്രസവിക്കുന്ന ഹാഗാർ. എത്രാമത്തെ വാക്യം വായിച്ചേ? 25 കഴിഞ്ഞോ? ഇല്ല, അത് അടിമ വർഗത്തെ പ്രതിദാനം ചെയ്യുന്നു. അത് ഇന്നത്തെ യെരുശലേം. അത് തന്നെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. അവരെപ്പോഴും അടിമത്വത്തിലായിരിക്കുന്നു. ആ അടിമത്വത്തിൽ നിന്നുള്ള തങ്ങളെ അടിമകളാക്കുന്നുള്ള പേടി കൊണ്ടാണ് ഇന്നും അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിമകളാക്കുന്നതിന് മുന്നേ തിരിച്ചങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക. ഇന്ന് അറ്റാക്ക് ചെയ്യുന്നത് മുഴുവൻ ബെന്യാമിൻ ജനറേഷന്റെ സപ്പോർട്ട് കൂടിയാ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബെന്യാമിൻ ജനറേഷന്റെ സപ്പോർട്ട് കൂടി എന്ന് കയറി അറ്റാക്ക് ചെയ്യുന്നില്ലേ? എങ്ങനെയൊക്കെയാ നമ്മള് തിയോളജിക്കൽ പഠനം പോകുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന്റെ 28 മുതൽ 31 വരെ എന്ന് വായിച്ചു. 28 മുതൽ 31 വരെയുള്ള വാക്ക്. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളാകുന്നു. കേട്ടോ, നാമോ പ്രിയമുള്ളവരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളാകുന്നു. കേട്ടോ, എന്നാൽ അന്ന് ജഡപ്രകാരം ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. കൃപ പ്രസംഗിക്കുന്നവനെ പാരമ്പര്യ പ്രമാണവാദക്കാരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുക. ഡോക്ട്രിൻസ്, രോഗസൗഖ്യമില്ല, അത്ഭുതമില്ല, അടയാളമില്ല. ഞാൻ ഒരു പ്രസംഗം ഈ അടുത്തിടെ കേൾക്കാനുണ്ടാവും. ഏതാണ്ട് സ്ഥലപ്പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു ദേവദാസന്റെ പേര്, എനിക്ക് പേരറിയാൻ വേണ്ടല്ല, ആ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ ദാരിദ്ര്യമല്ല. ഓക്കെ, ആത്മീയ ദാരിദ്ര്യം ആയിക്കോട്ടെ, നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. രോഗമെന്നത് രോഗമല്ല. അപ്പൊ രോഗസൗഖ്യവും വിടുതലും ഒക്കെ പറയാൻ വേണ്ടി ഈ വാക്കുകൾ എടുത്തു വെച്ച് രോഗികളെ സൗഖ്യമാക്കുന്നതൊന്നും വചനമല്ല എന്ന് ഒരു മനുഷ്യൻ പ്രസംഗിക്കുക. അങ്ങനെയാണ് യേശുവിന്റെ അടുത്ത് വന്ന ചെവി ഏക്കാൻ വയ്യാത്തതിന്റെ ചെവിക്കകത്തൊരു വേറിട്ട് യേശു വേറിട്ട് തിരിയിട്ട് പറഞ്ഞതാ, തുറന്നു വരിക. ഇവന്റെ തിയറി അനുസരിച്ചാണെങ്കിൽ സൗഖ്യം നടക്കുവോ? കണ്ണു കാണാത്തവന് കാഴ്ച കൊടുത്തു, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ചേർന്നത് കർത്താവിന്റെ ശക്തി. രക്തസ്രാവം ബാധിച്ച സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു, പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തു. ആ മാതൃക പിന്തുടർന്ന അപ്പോസ്തലന്മാർ ചെന്നിടത്തെല്ലാം സൗഖ്യം തുടങ്ങും. അപ്പോസ്തല പ്രവൃത്തികളുടെ സൗഖ്യത്തിന്റെ ആരംഭം തന്നെ എന്താണ്? വലിയ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ആരംഭം തന്നെ ഭയങ്കര സൗഖ്യത്തോടാണ്. അമ്മയുടെ ഉദരത്തിലെ എണ്ണിച്ച് നടക്കുവാൻ കെൽപ്പും ത്രാണിയില്ലാതെ അങ്ങനെ ജനിച്ച ഒരുത്തനെ ഒരിടത്തോണ്ട് ഇരുത്തിയിരിക്കുക. അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ അവൻ ഉറ്റുനോക്കി. അവരുടെ നോട്ടം കണ്ടപ്പോൾ ഒരു മറുപടി അവർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എണ്ണിക്കുക, നസ്രനായ യേശുവിന്റെ നാമത്തിൽ എണ്ണിക്കുക. അവൻ ചാടി എഴുന്നേറ്റു. അങ്ങനെ ഇദ്ദേഹം പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ ഈ രോഗസൗഖ്യം പറയുന്നതെല്ലാം കാപട്യമാണെങ്കിൽ അപ്പോസ്തലന്മാർ ചെയ്തതെല്ലാം കാപട്യമല്ലേ? യേശു കർത്താവിന്റെ ശുശ്രൂഷകളിൽ ചെയ്തതെല്ലാം അത്ഭുതങ്ങളും വിടുതലുകളും അതിനെ മറച്ചു വെച്ചുകൊണ്ട് രോഗസൗഖ്യം വിടുതലും പറയുന്നതെല്ലാം കൾട്ടാണെന്ന് പഠിപ്പിക്കുന്നെങ്കിൽ ഒരിടത്തിരുന്നു കൊണ്ട്
ഇങ്ങനെ പ്രസംഗിച്ച് അങ്ങ് പഠിപ്പിച്ച് ബുക്ക് 5-6 ബുക്ക് എഴുതി തീർക്കുന്നതാണ് ദൈവവചന പഠനമെന്ന്, അതാണ് ക്രിസ്തീയ സഭ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് മൂഢത്വമാണ്. പൗലോസ് പറയുക, അക്ഷരങ്ങളുടെ ചീർപ്പല്ല, ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രകടനമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു അദ്ദേഹത്തിന്റെ വേറൊരു പ്രസംഗം, അന്ന് പള്ളിയിൽ ചെന്നു അവൻ അവിടെ ഇരുന്നു. എന്നിട്ട് അവരുടെ തോൽ ചുരുൾ അവൻ വാങ്ങി നൂർത്ത് അവരെ വായിച്ചു കേൾപ്പിച്ചു. ഇതാണോ ഇന്ന് സഭകളിൽ നടക്കുന്നത്? പുള്ളിയുടെ പ്രസംഗം ഒരു മനുഷ്യന്റെ പ്രസംഗമാണ്, ഒരു വലിയ തിയോളജി പ്രസംഗിക്കുക. അവിടെ ഇരുന്നു. കാരണം ഇയാൾ ഇരുന്നോണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇയാൾ എണ്ണിച്ചെന്ന് കൂടുതൽ താഴെ വീഴും. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, പിത്താശയ പ്രശ്നമുണ്ട്, കല്ലുണ്ട്, എന്തൊക്കെയുണ്ട്, അതെല്ലാം ഉണ്ട്. അത് മാറത്തുമില്ല. കാരണം അത് മറ്റേ പുള്ളി കൊടുത്തതല്ലേ, അത് മാറാൻ പറ്റും. അതുകൊണ്ട് പുള്ളിക്ക് എണ്ണിക്കാൻ പറ്റും. പുള്ളി ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുക. പുള്ളി ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കും. നടന്നൊന്നും പ്രസംഗിക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നടന്ന് പ്രസംഗിക്കുന്നവരെയും ചാടി പ്രസംഗിക്കുന്നവരെയും ഓടി പ്രസംഗിക്കുന്നവരെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ഓരോ വാക്യം തപ്പിക്കൊണ്ട് വരുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുക ഇങ്ങനെയുള്ളവർ. ഇവരത്ര യഥാർത്ഥ ദുരുപദേശം. യേശു ക്രിസ്തുവിൽ നിന്ന് ജനത്തെ മാറ്റിക്കളയുന്നവരത്രേ, അതത്ര യഥാർത്ഥ ദുരുപദേശം. അവരിന്നും കൃപ പറയുന്നവനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ആത്മമണ്ഡലത്തിൽ ആത്മാവിൽ ജനിച്ചവനെ ജഡത്തിൽ ജനിച്ച ഇവനെല്ലാം കൂടെ എന്ത് ചെയ്യുക? പഠിച്ച് തിയറി പഠിച്ച് പുസ്തകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവന്മാരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുക, ഉപദ്രവിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപയിലൂടെ ശുശ്രൂഷിക്കുന്നവരെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെ മകനെയോ പുറത്താക്കി കളയാൻ. അതിനാ ദൈവം തമ്പുരാൻ സർവശക്തനായ ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. കേട്ടോ, ജഡപ്രകാരം ജനിച്ചവനോട് അവൻ പറയുന്ന തിയറിയും കേട്ടോ, അവൻ പറയുന്ന തത്വം കേട്ടോ അവന്റെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കാനല്ല, ആത്മാവിൽ ചിലതിനെ ശാസിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. ബെന്യാമിൻ ഗോത്രം എഴുന്നേക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. ബെന്യാമിൻ വന്നെങ്കിലേ ഹല്ലേലൂയ നിന്റെ കൊട്ടയും വട്ടിയും നിറയത്തുള്ളൂ. എത്ര മടങ്ങ്? 5 മടങ്ങ്. ചോദിച്ചതിലും നിലച്ചതിലും 5 മടങ്ങ് ഇതാ നിനക്ക് തരികയാണ്. ഹല്ലേലൂയ. എവിടെ ബെന്യാമിൻ? അവൻ പിതാവിന്റെ കൂടെ വീട്ടിൽ. പിതാവിന് ഇഷ്ടമുള്ള ബെന്യാമിൻ ജനറേഷനെ ഈ 10 എണ്ണത്തിനോടും താല്പര്യമില്ലാത്ത യാക്കോബ് എന്ന വ്യക്തി പിതാവ് ഈ 10 എണ്ണവും ചട്ടവും പ്രമാണവും കൽപ്പനകളും വകുപ്പുകളും നോക്കി എന്തും ചെയ്യാൻ മടിയില്ലാത്ത 10 എണ്ണം. എന്നാൽ ഒരുത്തൻ തന്റെ കൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹത്തെ അറിഞ്ഞവൻ. ഹല്ലേലൂയ. അവനെ കൊണ്ടുവാ. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ വന്നാലേ നിങ്ങൾക്ക് ഇനിയും ഫുഡുള്ളൂ. നിങ്ങൾക്ക് ഇനി ഫുഡ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഭക്ഷ്യദാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബെന്യാമിൻ ഇവിടെ വരണം. 10 എണ്ണത്തിന്റെ പ്രവൃത്തി കൊണ്ടോ 10 എണ്ണത്തിന്റെ ചട്ടങ്ങൾ കൊണ്ടോ അവരുടെ താണു വീണ് നിലവിളിച്ചത് കൊണ്ടോ അവരുടെ കണ്ണീര് കൊണ്ടോ അവരുടെ അയ്യമ്പിളി കൊണ്ടോ അല്ല നിന്റെ കളപ്പുരകൾ, നിന്റെ കൊട്ടയും വട്ടിയും നിറയുന്നത്. ബെന്യാമിൻ വന്നാലേ നിറയത്തുള്ളൂ. കേട്ടോ, പിടികിട്ടുന്നുണ്ടോ? ബെന്യാമിൻ വന്നാലേ നിറയത്തുള്ളൂ. ബെന്യാമിനെ കൂടെ നിർത്തുവാൻ കൊതിച്ചവൻ. ഹല്ലേലൂയ. ബെന്യാമിന്റെ ചാക്കിനകത്ത് വെള്ളിപ്പാത്രം വെച്ചു. വെള്ളി ശുദ്ധീകരണത്തിന്റെ അടയാളം. ഹല്ലേലൂയ. വിശുദ്ധ സഭയിൽ കൽപ്പിക്കപ്പെട്ട ശുദ്ധീകരണത്തിന്റെ അടയാളം. നിനക്ക് വിരോധമായ സകലതിനെയും പാനം ചെയ്ത് കാലിയായ വെള്ളിപ്പാത്രത്തെ നിന്നിലേക്ക് സമർപ്പിച്ചവൻ. നീ ഏൽക്കേണ്ട ശാപത്തെ, രോഗത്തെ, ദുഃഖത്തെ എല്ലാം ഏറ്റെടുത്ത് അതെല്ലാത്തിനെയും പാനം ചെയ്ത് നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നു യേശു കർത്താവിന്റെ നിഴൽ. ഹല്ലേലൂയ. ജോസഫ് യേശുവപ്പയുടെ നിഴൽ. ഉരുളായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ബെന്യാമിൻ ജനറേഷനെ, വിശുദ്ധ സഭയെ നിങ്ങൾ എണ്ണിച്ചെങ്കിലേ
രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറുകയുള്ളൂ. നിങ്ങൾ എണ്ണിച്ചെങ്കിലേ ദേശത്തിന്റെ കെട്ടുകൾ പൊട്ടുകയുള്ളൂ. നിങ്ങൾ എണ്ണിച്ചെങ്കിലേ ദുർമരണങ്ങൾ മാറുകയുള്ളൂ. നിങ്ങൾ എണ്ണിച്ചെങ്കിലേ ചിലതൊക്കെ നടക്കത്തുള്ളൂ. സ്തോത്രം. ബെന്യാമിൻ ജനറേഷൻ സൗഖ്യത്തിന് വേണ്ടി കേടുന്നവരല്ല, ഫുഡിന് വേണ്ടി കരയുന്നവരല്ല, കൊടുക്കുന്നവർ. ശ്രദ്ധിച്ചോടെ കൊടുക്കുന്നവരാക്കി നിങ്ങളെ ദൈവം മാറ്റാൻ പോവുക കേട്ടോ. കൊടുക്കുന്നവരാക്കി നിങ്ങളെ ദൈവം മാറ്റാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് കരഞ്ഞ് മടുത്ത വ്യക്തിയെ നിർത്തുക. അതിന്റെ കരച്ചിൽ നിർത്തുക. തലമുറകളെ ചൊല്ലിയുള്ള നിലവിളി നിർത്തുക. ഹല്ലേലൂയ. കാറ്റും കോളും ശക്തിയോട് ഉയർന്നു വന്നു. ഒരുവൻ പടകിൽ എഴുന്നേറ്റ്, നീ ആയിരിക്കുന്ന പടകിൽ നീ എഴുന്നേറ്റ് നിന്നാൽ പ്രതികൂലമായതെല്ലാം മാറും. നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതികൂലമായി നിൽക്കുന്നത്, നിന്റെ ജോലി മേഖലയിൽ പ്രതികൂലമായി നിൽക്കുന്നത്, നീ ആയിരിക്കുന്ന മേഖലയിലെ തടസ്സങ്ങളെ ശമിപ്പിക്കുവാൻ, ഒതുക്കുവാൻ നീ എഴുന്നേക്കുക. അതിനെ തുറന്ന് കൽപ്പിക്കുക, സകലതും നിനക്ക് സാധ്യം. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല. സ്റ്റോപ്പ് ദ ക്രൈ. കരച്ചിൽ നിർത്തുക, നിലവിളി നിർത്തുക. എന്നെ കൊണ്ട് നടക്കുമെന്നേ, എന്നെ കൊണ്ട് സാധിക്കുമെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചു പറയുന്ന കൂട്ടമാ ബെന്യാമിൻ ഗോത്രം, ബെന്യാമിൻ ജനറേഷൻ. കിട്ടുന്നുണ്ടോ? അതാ സഭ. ഹല്ലേലൂയ. മൂത്ത ജ്യേഷ്ഠനായ ജോസഫ് തന്റെ ഇളയവനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടായി. വചനം പറയുന്നു, നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായ, മൂത്ത സഹോദരനായ യേശു അപ്പാന്ന് വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്റെ ബ്രദർ എന്ന് വിളിക്കുവാൻ ആ ബ്രദറിലില്ലാവൂ നമുക്ക് സപ്ലൈ ചെയ്ത. നീ അന്യനല്ല, അടിമയല്ല, എന്റെ പൊന്ന് മകനാണ്, എന്റെ സഹോദരനാണ്, എന്റെ എല്ലാമാണ് നീ എന്ന് നമ്മളെ പറഞ്ഞ് ഉറപ്പിച്ച, നമ്മളെ ബലപ്പെടുത്തിയ, ആ വാക്യത്തിൽ, വചനത്തിൽ നമ്മളെ ശക്തി കൊണ്ട്, നമ്മളെ ബലം കൊണ്ട് മുന്നോട്ട് ചലിപ്പിച്ച യേശു കർത്താവിന്റെ പൂർത്തീകരണ ശുശ്രൂഷയിലാകട്ടെ നിങ്ങളുടെ ശ്രദ്ധ. എന്റെ ദൈവം നിങ്ങളെ നിറയ്ക്കുക തന്നെ ചെയ്യും. എന്റെ ദൈവം നിങ്ങളെ ശക്തി കൊണ്ട്, ബലം കൊണ്ട്, മഹത്വം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. കാരണം യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കളത്രേ നിങ്ങൾ. എവിടെ ബെന്യാമിൻ? എവിടെ? He is resting with his father. അവൻ എന്റെ പിതാവിന്റെ കൂടെ റെസ്റ്റ് ചെയ്യുക. അപ്പന്റെ കൂടെ റെസ്റ്റ് ചെയ്യുന്ന മക്കളുണ്ടോ ഇവിടെ? അപ്പൻ ആരാന്ന് പോലും അറിയാത്ത ഒരു മകൻ. മറ്റെന്താണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് വന്നേക്കുക, തകർത്തിട്ട് വന്നേക്കുക. ലോകപ്രകാരമുള്ള അപ്പനായിരുന്നു. എപ്പോ ഷൂട്ട് ചെയ്ത് ചോദിച്ചാൽ മതി അല്ലേ? വെട്ടിക്കളയാവല്ലേ കാലം. ഹല്ലേലൂയ. അപ്പോ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അവന് നെഞ്ചു കടന്ന് പിടഞ്ഞു, പക്ഷെ പറയാൻ സമ്മതിച്ചില്ല. നീ തകർന്നത് എവിടെയെന്ന്, നീ വീണത് എവിടെയെന്ന് നിന്നെക്കാളും നല്ല വ്യക്തമായി അറിയുന്നൊരു പിതാവ് നിനക്കുണ്ട്. അവൻ നിന്നെ ചേർത്ത് പിടിച്ച് അവന്റെ രാജകീയ വസ്ത്രം കൊണ്ട് പുതപ്പിച്ച്, ഓ ഹല്ലേലൂയ, രാജകീയ അടയാളമായ പൊൻമോതിരം നിന്നെ അണിയിച്ച്, രാജകീയ വസ്ത്രം നിന്നെ കഴിപ്പിച്ച്. നിലവിളിയല്ല അവിടെ ഉയർന്നത്, കരച്ചിലല്ല അവിടെ ഉയർന്നത്, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അനുഭവം ആ ഭവനത്തിൽ ഉയർന്നു. തന്റെ പിതാവ് പറയാണ്, എന്റെ മകനോടുകൂടെ ഞാൻ ആനന്ദിക്കേണ്ടതിന്, എന്റെ മകനോടുകൂടെ ഞാൻ ആനന്ദിക്കേണ്ടതിന് ഇന്നൊരു സദ്യ ഒരുക്കുക. കപടത നിറഞ്ഞ ആത്മീയതയെ നോക്കി യേശു പറഞ്ഞു, ഇവർ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. അവർ പ്രസംഗിക്കുന്നു, പറയുന്നു എന്റെ പിതാവിനെ കുറിച്ച്, പക്ഷെ എന്റെ പിതാവ് ആരാന്ന് പോലും അവർക്ക് അറിയുന്നു. അവരാരാണ്? വെള്ള തേച്ച ശവക്കല്ലറകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ചിലതൊക്കെ ദേശത്ത് നടക്കണമെങ്കിൽ നീ വരണം കേട്ടോ. നീ വരണം, നീ പറയണം, നീ കൽപ്പിക്കണം. ആദ്യം കരച്ചിൽ നിർത്തിയാലല്ലേ കൽപ്പിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആദ്യം നിലവിളി നിർത്തിയാലല്ലേ കൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നിനെ ചൊല്ലും വിചാരപ്പെടരുത് പൗലോസ് പറഞ്ഞിരിക്കുക. കാരണം എവിടാ നീ ആയിരിക്കുന്നത്? നല്ലൊരു അപ്പൻ്റെ അടുത്ത. 10 ആകുലത കൊണ്ട്, ടെൻഷൻ കൊണ്ട് ആകപ്പാട് അസ്വസ്ഥമായിരിക്കുക. അപ്പന് കാവലായി, അപ്പന് കൂടായി, അപ്പനത് ഇഷ്ടപ്പെട്ട അപ്പന്റെ മകൻ ഇവിടെ ഇരിക്കുക, ഒരു ടെൻഷനും ഇല്ലാതെ അപ്പന്റെ കൂടെ ഇരിപ്പുണ്ട്. 10 ആകുലത കൊണ്ട് ഓടിച്ചെല്ലുക. അവനും ചെല്ലുന്നത് ഒരിടത്ത് തന്നെയാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവൻ അതിനെ ആരെന്ന് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാതെ മറ്റെന്തൊക്കെയോ പേരുകളിട്ട് ആ തമ്പുരാനെ വിളിക്കുന്നു. ശ്രദ്ധിക്കണേ, കൃപ തോന്നി, ദയ തോന്നി അവർക്ക് ചിലത് സപ്ലൈ ചെയ്തു. നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ പ്രമാണത്തിന്റെ, നിന്റെ ചട്ടങ്ങളുടെ വകുപ്പ് കൊണ്ടല്ല, എനിക്ക് നിന്നോട് പ്രസാദം തോന്നി. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തിയോട് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഈ അബ്രഹാമിയ പാരമ്പര്യത്തിലും യഹൂദ പ്രമാണത്തിലും ഒക്കെ വലിയ മസല പിടിച്ചു നിന്ന് പലതും ജാതികളോട് സുവിശേഷം പറയാൻ പോലും അടിച്ച ചില അപ്പോസ്തലന്മാർ, ദ ഗ്രേറ്റ് അപ്പോസ്തലൻസ് എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ചില അപ്പോസ്തലന്മാർ, അവരുടെ പ്രവർത്തികൾക്ക് മറുപടിയായി പൗലോസ് പറയുകയാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ. എന്റെ ഐഡന്റിറ്റി അവിടെ വെളിപ്പെടുത്തുക. പറയാൻ വകുപ്പ് പലതുകൊണ്ടെന്നേ. പഴയ നിയമത്തിലെ ബെന്യാമിന്റെ ഗോത്ര കഥ പറയുന്നുവെങ്കിൽ ഇതാ പുതിയ നിയമത്തിലെ ബെന്യാമിൻ ജനറേഷൻ എഴുന്നേക്കുകയാണ് പൗലോസിലൂടെ. സുവിശേഷം പറയാൻ മടിച്ച അപ്പോസ്തലന്മാരുടെ മുമ്പിൽ തന്റെ ഇടത്തോടെ പൗലോസ് വിളിച്ചു പറയുന്നു, ജാതികളുടെ അപ്പോസ്തലൻ എന്ന് ആ വിളിപ്പേരിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ തെരഞ്ഞെടുത്ത് തന്നെ അതിനാ കേട്ടോ. ജാതികളോട് ഈ ദൈവത്തിന്റെ മർമ്മം നിങ്ങൾ അകത്തിരിക്കുന്നു പറയുവാൻ ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നി. എന്താ ഇഷ്ടം തോന്നിയത്? ജാതികളോട് പോയി പറയുകയാണ്, യഹൂദ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളേണ്ട, ഹല്ലേലൂയ, വേദനായ പ്രമാണങ്ങളെ ആധികാരികമായി പഠിച്ച അതെല്ലാം ചപ്പന്നും ചവറന്നു വേണ്ടി യേശുക്രിസ്തുവിന്റെ രക്തത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് കാൽവരി കൊലക്കളത്തിലെ അവസാന യാഗത്തിൽ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ പൂർത്തീകരണ ശുശ്രൂഷയിൽ ആശ്രയം വെച്ച പൗലോസ് വിളിച്ചു പറയുന്നു, ജാതികളുടെ അപ്പോസ്തലനാണ് ഞാൻ. ദൈവത്തിന്റെ മർമ്മം പുരാതന കാലങ്ങളിൽ മറഞ്ഞിരുന്നു. ആ ദൈവത്തിന്റെ മർമ്മം നിങ്ങളുടെ അകത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വന്തമായി ദൈവം, അത് വേറെ ആർക്കും സ്വന്തമല്ല എന്ന് വാദിച്ചു കൊണ്ടിരുന്ന യഹൂദന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പൗലോസ് പറയും, യഹൂദന്മാർ മുഖാന്തരമുള്ള പീഡനങ്ങളേറ്റും, ഹല്ലേലൂയ, കള്ള പ്രവാചകന്മാരും കള്ള ഹല്ലേലൂയ ശുശ്രൂഷകന്മാർ മുഖാന്തരമുള്ള ദുഷിപ്പുകളേറ്റും ഞാൻ മുന്നോട്ട് ചലിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ എന്തിനായി യഹൂദന്മാർ പീഡിപ്പിച്ചത്? അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ജാതികളോട് പോയി പറയുന്നു, എന്താ പറയുന്നത്? നിങ്ങൾ തിരയുന്ന ദൈവം നിങ്ങളുടെ അകത്തിരിക്കുന്നു. മറഞ്ഞിരുന്ന മർമ്മം, ദ മിസ്റ്റിക്കൽ റെവലേഷൻ, നിഗൂഢതകളുടെ ഗുപ്തനിധി, ദൈവത്തിന്റെ മർമ്മം അതെവിടിരിക്കുന്നു? പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ അകത്തിരിക്കുന്നു. ഈ ബോധ്യമുള്ളവൻ ഷടകുടഞ്ഞ് എഴുന്നേക്കുകയാണ്. അവന് അപ്പനെ അറിഞ്ഞു, നല്ലത് പറഞ്ഞു തരുന്ന അപ്പനെ അറിഞ്ഞു. മോനെ, പരാജയം പറയാനല്ല, നിലവിളിക്കാനല്ല, തകർച്ച പറയാനല്ല, നീ എവിടെ പരാജയപ്പെട്ടു ആ മേഖലയിൽ തന്നെ നീ ജയിക്കണം കുഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ തലങ്ങളിൽ ദൈവം നിന്നെ എത്തിക്കും. പക്ഷെ പരാജയത്തിന്റെ ലിസ്റ്റിട്ട ആ മണ്ഡലങ്ങളെ വെട്ടി കീറിക്കളഞ്ഞ് അത് പോകത്തിട്ടുണ്ട് വിഷമിച്ചിരിക്കാനല്ല, ആ മേഖല തന്നെ നീ ജയമെടുക്കും. ഹല്ലേലൂയ. അവിടെ തോറ്റു പിന്മാറാനല്ല, നീ ജയിക്കുന്നവരായി മാറും. മനസ്സിലാക്കിയ കരളെ തട്ടി കർത്താവിനെ ശക്തിയോടെ ബെന്യാമിൻ ഗോത്രം എഴുന്നേൽക്കട്ടെ, ആ കർത്താവിനെ സ്തുതിക്കട്ടെ. അവന്റെ സഭ ഉണരട്ടെ, ദേശത്തിൽ അവന്റെ സഭ ഉണരട്ടെ.
യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഇന്ന് കാണുന്നതെല്ലാം സഭയല്ല. വെള്ളയുടുപ്പിട്ട് നടക്കുന്നവരാണോ സഭ? നോ, നെവർ. പിന്നെന്താ സഭയുടെ അടയാളം? യേശു ക്രിസ്തുവിലെ ആ കൃപയെ തിരിച്ചറിഞ്ഞ കൂട്ടമാ സഭ. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ആ സഭയെ കാണുമ്പോൾ ആ സർവശക്തന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ, സർവശക്തന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ. ആരെ കാണുമ്പോൾ? നിന്നെ എന്നെയും കാണുമ്പോൾ. മകനെ, മകളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഞാൻ എൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരും. അവയെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഞാൻ നടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവരെ ഞാൻ കൊണ്ടുവന്നെത്തിക്കും. ഞാൻ ആടുകളുടെ ഇടയനാകുന്നു. ഞാൻ ആടുകളെ എന്ത് ചെയ്യും? പേർ ചൊല്ലി വിളിക്കുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തകരേണ്ട സ്ഥാനത്ത്, നീ നശിക്കേണ്ട ഇടത്ത് ഇതാ ഒരുവൻ തകർക്കപ്പെട്ടു. അവന്റെ രക്തത്തിന്റെ വിലയാ എന്റെയും നിന്റെയും പ്രാണൻ. ആ ബോധ്യമുള്ളവർക്ക് ദൈവത്തിന് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ തലവണങ്ങിയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ഉള്ളത്തെ അറിഞ്ഞവരായി ഇവർ മാറട്ടെ. കർത്താവിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി ഇവർ മാറട്ടെ. എനിക്ക് എന്റെ അപ്പനെ വിട്ട് മാറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ മാറത്തോട് ചേർന്നിരുന്ന യോഹന്നാൻ, യാക്കോബിനോട് പറ്റിയിരുന്ന ബെഞ്ചമിൻ, ഹല്ലേലൂയ, പുതിയ നിയമസഭയുടെ അടയാളം. എനിക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ആയുധങ്ങൾക്കോ ദുഷ്ടാത്മ ശക്തികൾക്കോ എന്നെ എന്റെ അപ്പയുടെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയത്തില്ല. ഈ പ്രാർത്ഥനയിൽ അപ്രകാരം വിളിച്ചു പറയുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. എന്നെ ഓൺലൈൻ മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിറയട്ടെ. മറ്റുള്ളവരിലേക്ക് പകരുവാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഒരു കരുത്ത് സകല മേൽ ഉണ്ടാകട്ടെ. തളർന്ന കൈകളെ അത് നിവർക്കുക, തളർന്ന കാലുകളെ അത് കുടഞ്ഞ് ശടകുടഞ്ഞ് നിങ്ങൾ ചാടി എഴുന്നേൽക്കുക. എന്റെ പ്രിയൻ വരുവാൻ സമയമായിരിക്കുന്നു. എന്റെ കർത്താവിന്റെ കൃപ സകല മേൽ വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ടൈം മിനിസ്ട്രി ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ കർത്താവ് നിങ്ങളെ ഉയർത്തി 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 മാനിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് നിങ്ങളെ ശക്തിയും ബലവും കൊണ്ട് നിറയ്ക്കും. ദൈവത്തിന്റെ കൃപ നിങ്ങളുണ്ടാകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ നയിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.